ചില ആളുകൾക്ക് ഒരു വിചാരമുണ്ട്, ഈ ഭാര്യമാരെന്ന് പറഞ്ഞാല് കറക്റ്റ് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക, ചായ ഉണ്ടാക്കി കൊടുക്കുക, വെള്ളം ചോദിക്കുമ്പോൾ വെള്ളം കൊടുക്കുക, വീട് വൃത്തിയാക്കി ഇടുക. ചിലരൊക്കെ ഈ വീട് വൃത്തിയാക്കിയിട്ടില്ലെങ്കിൽ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. അവിടെ തൊട്ട പ്രശ്നം, ഇവിടെ തൊട്ട പ്രശ്നം, ആകെ പ്രശ്നം ഉണ്ടാക്കുന്നത്. യഥാർത്ഥത്തിൽ അത്ര നല്ല സ്വഭാവമൊന്നും അല്ല അത്. അവനാണ് ഈ ലോകത്തിലെ ഏറ്റവും മോശ സ്വഭാവമുള്ളത്. ഭാര്യമാരുടെ ഏറ്റവും മോശമായിട്ട് പെരുമാറുന്നവനാണ് ഏറ്റവും മോശ സ്വഭാവമുള്ളത്. ഹദീസിൽ റസൂലുള്ളാഹി പറയുന്നുണ്ട്, ഇന്ന മിൻ അക്മലിൽ മുഅ്മിനീന ഈമാനൻ അഹ്സനുഹും ഖുലുഖ. പൂർണ്ണമായ മുഅ്മിനായവൻ സൽസ്വഭാവമുള്ളവനാണ്. വ അൽതഫും ലി അഹ്ലിഹി. അതിനുശേഷം എടുത്തു പറഞ്ഞു എന്ത്? അവന്റെ കുടുംബക്കാരോട്, അവന്റെ ഭാര്യമാരുടെ ഏറ്റവും നല്ല രീതിയിൽ പെരുമാറുക എന്നുള്ളത്. അതുകൊണ്ട് സൽസ്വഭാവത്തിന്റെ ഏറ്റവും അങ്ങേയറ്റമാണ് എന്ത്? ഒരു ഭാര്യയോട് നല്ല രീതിയിൽ പെരുമാറുക എന്നുള്ളത്. അത് കഴിഞ്ഞിട്ടുള്ളൂ പിന്നെ പുറത്ത് മറ്റുള്ള ആളുകളുടെ അടുത്ത് പോയിട്ട് നല്ല രീതിയിൽ പെരുമാറിയിട്ടൊന്നും കാര്യമില്ല. വീട്ടിൽ ഭാര്യമാർക്ക് നല്ല രീതിയിൽ പെരുമാറണം, മക്കൾക്ക് കുടുംബക്കാർക്ക് നല്ല രീതിയിൽ പെരുമാറണം. അതിലേ കാര്യമുള്ളൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് വീട്ടില് ഭാര്യയെ സഹായിക്കുമായിരുന്നു, വീട് വൃത്തിയാക്കുമായിരുന്നു, എല്ലാ കാര്യങ്ങളിലും ഖിദ്മത്ത് ചെയ്യുമായിരുന്നു. ഒരു താഴ്മയോടുകൂടി ഖിദ്മത്ത് ചെയ്യുമായിരുന്നു. അതാണ് ഒരു ഭാര്യയോട് നമ്മൾ ചെയ്യേണ്ട സ്നേഹം. സ്നേഹം നമ്മൾ പ്രകടിപ്പിക്കേണ്ട അങ്ങനെ, അല്ലാതെ കുറെ മുത്തേ പൊന്നെ കറലൊന്നും വിളിച്ചിട്ടല്ല സ്നേഹം പ്രകടിപ്പിക്കേണ്ടത്.